BS എന്ന് പറഞ്ഞ സമരമാണ്. BS എന്ന ഫുൾ ഫോം തന്നെ വിപ്ലവ സമരമെന്നാണ്. അത് എസിലുണ്ടല്ലോ. ഇന്നും ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ്. അത് മലയാളികളിലുണ്ടാവും. പക്ഷെ അതൊരു ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റുകാരനെ എന്ന നിലയ്ക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനെന്ന നിലയ്ക്ക്, കമ്മ്യൂണിസ്റ്റുകാരനെന്ന നിലയ്ക്ക് ഉണ്ടാവും. VSനെ ഓർമ്മിച്ചെടുക്കുന്ന സാധാരണ മനുഷ്യരുടെ പ്രതികരണങ്ങളാണ്. പലരും കരഞ്ഞു കലങ്ങിയ കണ്ണുകളോട് സംസാരിക്കുന്നു, ഇടനെഞ്ച് നുറുങ്ങിയ വേദനയോട് സംസാരിക്കുന്നു. VSന് കേരളത്തിൻ്റെ യാത്രയപ്പിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. VS കൊളുത്തിയ ഒരു വലിയ തീ, ഒരു വലിയ രാഷ്ട്രീയ നീതിയായി നമ്മുടെ മനസ്സിലെല്ലാമുണ്ട്. സാധാരണക്കാരായ മനുഷ്യന് നടന്നു നീങ്ങാൻ പോലും ശേഷിയില്ല. മതിൽകെട്ടാൻ സമരം, മൂന്നാർ സമരം, അങ്ങനെ ഏതൊരു കാര്യത്തിൽ എന്നാലും അതിനൊരു ഉജ്ജ്വലമായ തീർപ്പ് കൽപ്പിക്കാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു സഖാ VS. ഏറ്റവും ആദ്യമായി തന്നെ കർഷക തൊഴിലാളികൾ സംഘടിപ്പിച്ച് കുട്ടനാട്ടിൽ നിന്നും അവിടുന്ന് പോരാടി വന്ന് ഭരണത്തലവിൽ ഏർപ്പെടുകയും അവസാനം വരെയും കർഷക തൊഴിലാളികൾക്ക് വേണ്ടി പല നിയമനിർമ്മാണങ്ങൾ നടത്തുകയും ചെയ്തൊരു വ്യക്തിയാണ് സഖാ VS. പോലീസിൻ്റെ അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായ വ്യക്തി കൂടിയാണ്. അതിക്രൂരമർദ്ദനത്തിൽ പോലീസിൻ്റെ അതിക്രൂരമർദ്ദത്തിൽ ഒളിവ് കഴിഞ്ഞ് ഞങ്ങൾ ഈരാറ്റുപേട്ടയിലാണ്. അവിടുന്ന് സഖാവിനെ ബയനറ്റ് കൊണ്ട് കുത്തി നേരെ പാലായിലൊരു വലിയ കാട്ടിൽ കൊണ്ട് തള്ളുകയും അവിടുന്ന് സഖാവിനെ മേലുകാവിലൊരു വൈദ്യനാണ് ചികിത്സിച്ച് രക്ഷപ്പെടുത്തി വിടുകയും അങ്ങനെ വളർന്നു വന്ന ഒരു നേതാവാണ്. ഏറ്റവും ധീരനായും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അഭിവൃദ്ധി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും അതിൽ അവസാനത്തെ കണ്ണിയായി മരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് സഖാ VS. അതിൻ്റെ അസാന്നിധ്യം ഒരു വിജ്ഞനോടെ അല്ലാതെ ഓർത്തെടുക്കാൻ പറ്റില്ല. പറ്റൂല. VSനെ ഓർക്കുന്നത് ജനഹൃദയങ്ങളിൽ ഇത്രയും ചെന്നുപെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയപ്പെടാം. അവിടെ വരുന്നു ഞാൻ ഇവിടുന്ന് ശ്രീകാര്യത്തു നിന്നാണ് വരുന്നത്. പല പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഈ പ്രതികരണങ്ങൾ പോലെ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, നിലവിൽ ആലപ്പുഴയിലെ പുന്നപ്ര വയലാർ സമരമുഖത്തേക്ക് അവരുടെ സമരനായകനെത്തുമ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടത്തിനാവും സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്നൊരു പ്രേക്ഷകൻ പറയുന്നു. നിലവിൽ ഒരു കുട്ടി പറയുന്നു, +2 വെച്ചൊരു ഒരു മുതിർന്ന നേതാവ് CPMന്റെ 36 സഹാക്കളിൽ ഒരാൾ